ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ധന്യാസ് ഫാമിലി വ്ലോഗ്. അപ്പോൾ ഇപ്പോൾ എന്തൊരു ചൂടാണല്ലോ. അപ്പോൾ ഈ ചൂടിൽ നമുക്ക് വളരെ ഈസി ആയിട്ടും നല്ല ഹെൽത്തി ആയിട്ടും തയ്യാറാക്കാൻ പറ്റിയ നല്ലൊരു അടിപൊളി ഡ്രിങ്ക്സിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. നല്ല ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ്, സിമ്പിളായിട്ട് നമുക്ക് തയ്യാറാക്കുകയും ചെയ്യാം കേട്ടോ. അപ്പോൾ നമുക്കത് തയ്യാറാക്കാനായിട്ട് തുടങ്ങാം. അപ്പോൾ അതിനുവേണ്ടി നമുക്കൊരു മീഡിയം സൈസ്, ഒരു ചെറിയ സൈസ് മധുരക്കിഴങ്ങാണ് കേട്ടോ വേണ്ടത്. സ്വീറ്റ് പൊട്ടാറ്റോ എന്ന് പറയില്ലേ, ആ ഒരു ഐറ്റമാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ അതിൻ്റെ തൊലിയെല്ലാം കളഞ്ഞ് ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അത് ഇതേപോലെ ചെറുതായിട്ട് നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാമേ. കട്ട് ചെയ്തതിന് ശേഷം നമുക്കത് ഒരു പാത്രത്തിലേക്ക് ഇട്ട് വെള്ളം, അതിന് മുങ്ങി നിൽക്കാൻ കണക്കിന് വെള്ളം ഒഴിച്ച് നമുക്കൊന്ന് വേവിച്ചെടുക്കാം. ഒന്നെങ്കിൽ ഈ തരത്തിൽ ചെയ്യാം, ഇല്ലെന്നുണ്ടെങ്കിൽ കുക്കറിലിട്ടിട്ട് നമുക്കൊരു 2 വിസിൽ കൊടുത്താലും മതിയാവും കേട്ടോ. അത് നല്ലോണം ഒന്ന് വെന്ത് കിട്ടുവേ. അപ്പം ഞാൻ അത് വേവിക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. കണ്ടല്ലോ, അത് നല്ല രീതിയിലൊന്ന് വെന്ത് റെഡിയായി വന്നിട്ടുണ്ട്. ഇനി ഇതിനെ നമുക്ക് മിക്സിയുടെ ജാറിലോട്ടിട്ട് നല്ലോണം ഒന്ന് അരച്ചെടുക്കാം കേട്ടോ. നല്ല പേസ്റ്റ് ആക്കി എടുക്കണം. എന്നാൽ മാത്രമേ നമുക്ക് ആ ഒരു ഡ്രിങ്ക്സിന് നല്ലൊരു ടേസ്റ്റും കിട്ടുകയുള്ളൂ, നമുക്കത് കുടിക്കാനും ഈസി ആയിരിക്കുള്ളൂ കേട്ടോ. അപ്പം നമ്മൾ മിക്സിയുടെ ജാറിലോട്ട് അങ്ങ് ഇട്ട് കൊടുക്കാമേ. നല്ലൊരു കൂളിംഗ് ആയിട്ടുള്ള ഒരു ഡ്രിങ്കാണ് കേട്ടോ. നല്ല ടേസ്റ്റുമാണ്. നല്ല രീതിയിൽ നമുക്കതങ്ങ് തയ്യാറാക്കി എടുക്കാനും പറ്റും കേട്ടോ. അപ്പം മസ്റ്റായിട്ടും നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പം ഞാൻ അത് ഫുള്ളായിട്ട് മിക്സിയുടെ ജാറിലോട്ട് അങ്ങ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ വീട്ടിലെ അംഗങ്ങൾക്കനുസരിച്ച് നമുക്ക് ഇത് അളവൊക്കെ കൂട്ടിയും കുറച്ചൊക്കെ നമുക്ക് ഇടാം കേട്ടോ. ഇനി നമ്മുടെ ആ സ്വീറ്റ് പൊട്ടാറ്റോയുടെ മധുരം ഒന്ന് നോക്കിയതിന് ശേഷം മധുരത്തിനനുസരിച്ച് നമുക്ക് പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കാമേ. അപ്പോൾ ഞാൻ ഇവിടെ ഒരു 5 ടേബിൾ സ്പൂണ് പഞ്ചസാര ആഡ് ചെയ്യുന്നുണ്ട്. അതിട്ടതിന് ശേഷം അതിലേക്ക് നമുക്ക് ഒരു ഫ്ലേവറിന് വേണ്ടി ഞാൻ ഒരു 4 ഏലക്കയും കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ കയ്യിൽ ഏലക്ക പൊടി ഉണ്ടെങ്കിൽ ഒരു 1/2 ടീസ്പൂൺ ഏലക്ക പൊടി ഇട്ടാലും മതിയാവുകയെ. അതും കൂടെ ഇട്ടതിന് ശേഷം നമുക്കത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് നല്ലോണം അതങ്ങ് അരച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ നല്ല രീതിയിലൊന്ന് അരച്ച് റെഡിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്ക് ഫ്രീസറിൽ വെച്ച് നല്ല കട്ടിപ്പാലെടുക്കാം കേട്ടോ. കട്ടിപ്പാലെടുത്ത് അത് നമുക്ക് ഇതിലോട്ട് അങ്ങ് ഒഴിച്ചു കൊടുക്കാം. ഒഴിച്ചു കൊടുത്തതിന് ശേഷം അതും കൂടെ ചേർത്ത് നല്ലോണം അങ്ങ് അരച്ചെടുത്ത് കൊണ്ടുവരാമേ. അപ്പോൾ ഇതാ നല്ല രീതിയിലൊന്ന് അടിച്ച് റെഡിയാക്കി എടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. അപ്പം ഇതാ കണ്ടല്ലോ, നല്ല ടേസ്റ്റി ആയിട്ടും നല്ലൊരു അടിപൊളിയായിട്ടുള്ള ഡ്രിങ്ക് വളരെ ഈസി ആയിട്ട് നമുക്ക് തയ്യാറാക്കാം. ഈ ചൂട് സമയത്ത് നമുക്ക് കുടിക്കാൻ പറ്റിയ ഒരു റെസിപ്പിയാണ് കേട്ടോ. മസ്റ്റായിട്ടും നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് ഇതിൻ്റെ ടേസ്റ്റ് നല്ല രീതിയിൽ ഇഷ്ടപ്പെടും കേട്ടോ. നമ്മൾ സ്വീറ്റ് പൊട്ടാറ്റോ കൊണ്ട് അവിച്ചൊക്കെ നമ്മൾ കഴിക്കാറുണ്ട്, അല്ലാതെ പലഹാരങ്ങളും തയ്യാറാക്കാറുണ്ടല്ലേ. ഇതുപോലെ വെറൈറ്റി ആയിട്ട് തയ്യാറാക്കി നോക്കുക, ഉറപ്പായിട്ടും കുട്ടികൾക്കും ഇഷ്ടപ്പെടും കേട്ടോ. മസ്റ്റായിട്ടും ട്രൈ ചെയ്ത് നോക്കണം. ഇനി നമുക്കതൊരു സെർവിങ് ഗ്ലാസ്സിലോട്ട് മാറ്റാമേ. കണ്ടല്ലോ, കട്ടകളൊന്നും ഇല്ലാതെ നല്ല രീതിയിൽ തന്നെ നമുക്കതൊന്ന് അടിച്ച് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതിലേക്ക് പ്രത്യേകിച്ച് ഫ്ലേവർ ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല. ഇനി നമുക്കത് ജസ്റ്റ് ഒന്ന് ഗാർണിഷ് ചെയ്യാൻ വേണ്ടി വേണമെങ്കിൽ നമുക്കൊരു ബൂസ്റ്റിൻ്റെ കുറച്ച് പൊടി ഒന്ന് അതിൻ്റെ പുറത്തോട്ടൊന്ന് ഇട്ട് കൊടുക്കാമേ. അതിൻ്റെ ആവശ്യമേ ഉള്ളൂ, ഇത്രയേ ഉള്ളൂ കേട്ടോ. ഇനി നമുക്ക് ഇഷ്ടമുണ്ടെന്നുണ്ടെങ്കിൽ ബൂസ്റ്റും കൂടെ നമുക്ക് ഇട്ട് വേണമെങ്കിൽ നമുക്ക് ആ ജ്യൂസ് ഒന്ന് അടിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു അടിപൊളി ഡ്രിങ്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ ചൂട് സമയത്ത് നമ്മൾ മസ്റ്റായിട്ട് നമുക്ക് കുടിക്കാൻ പറ്റിയ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഡ്രിങ്കാണ്. മസ്റ്റായിട്ട് നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടപ്പെട്ടാൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അതുകൂടെ തന്നെ വീഡിയോ മുൻപോട്ടിട്ടുള്ളതെല്ലാം നല്ല സിമ്പിളായിട്ടുള്ള റെസിപ്പീസാണ് കേട്ടോ. അപ്പോൾ അതെല്ലാം ഒന്ന് കയറി കണ്ട് ചാനൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. മറ്റൊരു അടിപൊളി റെസിപ്പി ആയിട്ട് കാണാം കേട്ടോ. അതുവരെ താങ്ക് യു.